കൊല്ലം തിരുമംഗലം ദേശീയപാതയിലെ പുനലൂർ വാഴക്കോട് റെയിൽവേ മേൽപ്പാലത്തിന് ശാപമോക്ഷമാകുന്നു. വാഴക്കോട് മേൽപ്പാലം പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണെന്ന് PS സുബാൽ MLA പറഞ്ഞു. കൊല്ലം തിരുമംഗലം ദേശീയപാതയിലെ ഏറ്റവും ഇടുങ്ങിയ പാലമാണിത്. ഒരു നൂറ്റാണ്ടോളം പഴക്കമുള്ള പാലം പുനർനിർമ്മിക്കുന്നതിന് നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട PS സുബാൽ MLA പൊതുമരാമത്ത് മന്ത്രിക്കും ദേശീയപാതാ വിഭാഗത്തിനും നേരത്തെ കത്ത് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുള്ളത്. 3,57,00,000 രൂപയാണ് വാഴക്കോട് മേൽപ്പാലം നിർമ്മാണത്തിന് അനുവദിച്ചിട്ടുള്ളത്. ഈ തുക NHAE സംസ്ഥാന പൊതുമരാമത്ത് വിഭാഗത്തിന് കൈമാറണം. പ്രദേശത്ത് NHAE വിഭാഗം നേരത്തെ സർവേ നടത്തിയിരുന്നു. ഇനി PWD ഡിസൈൻ വിഭാഗം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ട്. റെയിൽവേ PWD ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സംയുക്ത പരിശോധന നടത്തുമെന്നും ഇതിനുശേഷം നടപടികൾ പൂർത്തിയാക്കുമെന്നും MLA പറഞ്ഞു. അത് നമ്മുടെ വാഴക്കോട് മേൽപ്പാലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വരും. 3,57,00,000 രൂപയാണ് അതിനുവേണ്ടി അനുവദിച്ചത്. അത് ചെയ്യേണ്ടത് നമ്മുടെ സംസ്ഥാന പൊതുമരാമത്ത് വിഭാഗമാണ്. അതിനാവശ്യമായിട്ടുള്ള പൈസ അവർ കൈമാറണം. അതിപ്പോൾ നമ്മുടെ PWDയുമായി ബന്ധപ്പെട്ട് ഡിസൈൻ വിങ്ങിന്റെ ഒരു നിയന്ത്രണത്തിലേക്ക് അവരാണ് ഇതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുന്നത്. നമ്മുടെ NHAയുടെ ഡിസൈൻ വിഭാഗം അതുമായി ബന്ധപ്പെട്ട നടപടികൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് ചെയ്യേണ്ടത് സംസ്ഥാന PWD ആയതുകൊണ്ട് PWD ഡിസൈൻ വിഭാഗമാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നത്. ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണമെങ്കിൽ റെയിൽവേയും അതുപോലെ തന്നെ നമ്മുടെ NHA PWD ഡിസൈൻ വിഭാഗം അവരുടെ ഒരു ജോയിന്റ് വിസിറ്റ് അനിവാര്യമാണ്. അതിനുവേണ്ടി PWD ഡിസൈൻ വിഭാഗം റെയിൽവേയോടും NHAയോടും കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവര് ഡേറ്റ് കൊടുക്കുന്ന മുറയ്ക്ക് സംയുക്തമായിട്ടുള്ള സർവേ നടത്തിക്കൊണ്ട് ആ സർവേ പൂർത്തീകരിച്ചാൽ ഈ പണം സംസ്ഥാന PWDക്ക് കൈമാറി ഡെപ്പോസിറ്റ് ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് TS ഉം AS ഉം എല്ലാം വാങ്ങിക്കൊണ്ട് ടെൻഡർ ചെയ്ത് അതിന്റെ നിർമ്മാണത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിയും. 5 മീറ്റർ മാത്രം വീതിയുള്ള വാഴക്കോട് റെയിൽവേ മേൽപ്പാലം സംസ്ഥാനത്തെ തന്നെ ഏറ്റവും അധികം ചരക്ക് നീക്കം നടക്കുന്ന പാതകളിലൊന്നായ കൊല്ലം തിരുമംഗലം ദേശീയപാതയിലാണ്. കൊല്ലം മുതൽ സംസ്ഥാന അതിർത്തിയായ ആര്യങ്കാവ് കോട്ട വരെയുള്ള 90 കിലോമീറ്റർ ദൂരത്തിനിടയിലുള്ള പഴയ പാലങ്ങളൊക്കെ പുനർനിർമ്മിച്ചിട്ടും 100 വയസ്സ് പിന്നിട്ട വാഴക്കോട് പാലം പുനർനിർമ്മിക്കാൻ നടപടി ഉണ്ടായിട്ടില്ല. ഇത് വ്യാപകമായ ആക്ഷേപത്തിന് കാരണമായിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.